ഞാനിത് മൂന്നാമത്തെ നാലാമത്തെ പ്രസന്റേഷനാണ് നടത്തുന്നത്. നമ്മുടെ ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സുകളും നമ്മുടെ സ്വന്തം ബിസിനസിനെ പറ്റി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഫ്യൂച്ചർ പ്രസന്റേഷൻ ഉള്ള രീതിയിൽ പറയുന്നത്. അത് മാസത്തിൽ ഒരു തവണ ഉണ്ടാവുക. പിന്നീട് ഒരു മീറ്റിംഗ്, ലേണിംഗ് മീറ്റിംഗ് പറഞ്ഞ് നെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ നമ്മളെ പറ്റി ഒരു ക്ലാസ് എടുക്കുക. അപ്പോൾ അടുത്ത ആഴ്ച നമ്മളൊരു AI പറ്റിയുള്ളൊരു ക്ലാസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതൊരു മയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലുള്ള ഒരു പ്രൊഫസർ വന്ന് ചെയ്യുന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഫ്യൂച്ചർ സെഷൻ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാം, നെക്സോൾ സൊല്യൂഷൻസ് LLP. നെക്സോൾ സൊല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തത് 1997 കൊല്ലൂരാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. അതൊരു പ്രൊപ്പറേറ്ററി ഫാമായിട്ട് എൻ്റെ സുഹൃത്ത് ജോഷി ജോസാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ചേർന്ന് കോഴിക്കോട് ബേസ് ചെയ്ത് 2021 നെക്സോൾ സൊല്യൂഷൻസ് LLP എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തു. അന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി സ്കീം സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്തായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ 3 പേരും ചേർന്ന് നെക്സോൾ സൊല്യൂഷൻസ് LLP ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോടായിട്ട് ഒക്ടോബർ 2022 ആഫ്റ്റർനൂൺ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നിലവിലെ ബ്രാഞ്ചുകൾ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം എന്നിവിടങ്ങളിലാണുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു ബ്രാൻഡ് നെയിമിൽ ഫസ്റ്റ് എനർജി സൊല്യൂഷൻസ് എന്ന പേരിൽ തലശ്ശേരി പുതിയ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാവരും ഉദ്ഘാടനത്തിൽ എല്ലാവരോടും അറ്റൻഡ് ചെയ്തതാണ്. നിലവിലെ നെക്സോൾ സൊല്യൂഷൻസ് ഓൾ കേരള ഏകദേശം 2000-ന് മുകളിൽ പ്ലാന്റുകൾ നിലവിൽ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെറും റെസിഡൻഷ്യൽ പ്ലാന്റുകൾ മാത്രമാണ്. ഇതിന് പുറമെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്ലാന്റുകൾ വേറെ നിരവധിയുണ്ട്. നിലവിലുള്ള ഈ സ്കീം എന്ന് പറയുന്നത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന ആ സ്കീം സ്റ്റാർട്ട് ചെയ്ത മുതലാണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന സോളാർ വിപ്ലവം. ഇന്ന് എല്ലാ വീടുകളുടെ മുകളിലും പിന്നെ സ്ഥാപനങ്ങളുടെ മുകളിലൊക്കെ ഇപ്പോൾ സോളാർ കാണാൻ തുടങ്ങിയത് ഈ ഒരു സ്കീം തുടങ്ങിയതിന് ശേഷമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി സ്കീമോടുകൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എല്ലാ ആൾക്കാരും അത് നിലവിൽ മുന്നെയൊക്കെ ഈ സബ്സിഡി സ്കീമിന് മുന്നേ പൈസക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു പ്രോഗ്രാം ഒരു വെക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ടാണ് അത് മാറിയത്. പക്ഷെ അത് ഇന്നിപ്പം നിലവിൽ സാധാരണക്കാരുടെ ഇടയിൽ പോലും സോളാർ ഇപ്പം വീടുകളിൽ വന്നു കഴിഞ്ഞു. സോളാറിന്റെ സബ്സിഡി സ്കീം ഈ പറയുന്ന രീതിയിലാണ്. അതായത് ആദ്യത്തെ 1 കിലോവാട്ടിന് 30,000, രണ്ടാമത്തെ കിലോവാട്ട് ആകുമ്പോൾ അത് 60,000 ആയി മാറും. മൂന്നാമത്തെ കിലോവാട്ട് ചെയ്യുന്ന സമയത്ത് 18,000 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 78,000 രൂപയാണ് സബ്സിഡി ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. നിലവിലെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതും 5.75 ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതും ഈ സോളാറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന 5.75 ഇൻട്രസ്റ്റ് ലോൺ കൊടുക്കുന്നത്. നിലവിലെ ഒരു സ്കീമിനും ഈ പറയുന്ന ഇൻട്രസ്റ്റിൽ ലോൺ ഇല്ല. ഇന്ത്യയിൽ ഒരു ലോണും ഈ പെർസെന്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. മുന്നേക്കെ ഗോൾഡ് ലോണൊക്കെ 4% ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ നിലവിൽ 8.8 ആയി മാറിക്കഴിഞ്ഞു. സോളാറിന് മാത്രമേ 5.75 ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. 10 വർഷം വരെ നിങ്ങൾക്ക് തിരിച്ചടക്കാനുള്ള സാവകാശമുണ്ട്. മാസം ഒരു 1,400 രൂപയുടെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് EMI ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടെങ്കിൽ അത് നേരെ ആ ബാങ്കിന്റെ ലോണിലേക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലാന്റുകൾ ഒരു 4-5 വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് മാറും. പ്ലാന്റുകൾ 3 ടൈപ്പാണ്. ഒന്ന് നിലവിലുള്ള പ്ലാന്റുകൾ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ട് വന്ന സ്കീം.
ഇത് വന്നതിന് മുതലാണ് നമുക്ക് ഈ പറയുന്നതിലുള്ള ഈ സോളാർ വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത്. അതിനാണ് ഈ ഓൺ ഗ്രിഡ് ആയിട്ട് കൊടുക്കുന്നതിനാണ് ഈ സബ്സിഡി ഉണ്ടാവുള്ളൂ. അതായത് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ആയിട്ട് കണക്ട് ചെയ്യണം. അതായത് KSEB ആണ് നമ്മുടെ ഇവിടെയുള്ള ഗ്രിഡ്. ആ KSEBിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ആ ഒരു പ്രൊവൈഡർ മാത്രമല്ല, ടാറ്റ, അദാനി, പിന്നെ റിലയൻസിന്റെ ഒക്കെയുള്ള മുംബൈ, മഹാരാഷ്ട്രയിലൊക്കെ ഒന്നിലധികം പ്രൊവൈഡേഴ്സ് ഉണ്ട്. കേരളത്തിൽ പക്ഷേ KSEB മാത്രമേ ഉള്ളൂ. പിന്നെ തൃശ്ശൂർ ഇലക്ട്രിസിറ്റിക്ക് ഒരു ഏരിയയിൽ മാത്രം തൃശ്ശൂർ ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ എന്നൊരു കമ്പനിയുണ്ട്. കേരളത്തിലുള്ള 2 കമ്പനികൾ അതാണ്, KSEB, തൃശ്ശൂർ ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ. അപ്പൊ ഈ പറയുന്ന ഗ്രിഡായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. പിന്നീട് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് മുന്നേയുള്ള സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മുടെ കിട്ടുന്ന സോളാറിൽ നിന്ന് കിട്ടുന്ന പവർ കംപ്ലീറ്റ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാം. ആ സ്റ്റോർ ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യത്തിന്, അതായത് നിങ്ങൾക്ക് എത്ര കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര സമയം നിങ്ങളുടെ ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് പവർ വേണം എന്നതിനനുസരിച്ചിട്ട് വേണം ഓഫ് ഗ്രിഡ് ചെയ്യണം. അതായത് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യണം. നിങ്ങളിപ്പം കുറെ ലോഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ അതിനനുസരിച്ചുള്ള അത്രയും ബാറ്ററിയുടെ എണ്ണവും വേണം. അപ്പൊ അതൊരു എക്സ്പെൻസ് കൂടിയ ഒരു പരിപാടി ആയതുകൊണ്ട് ഓഫ് ഗ്രിഡ് അത്ര പോപ്പുലർ ആയിട്ടില്ല. ഇപ്പൊ നിലവിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ്. ഓൺ ഗ്രിഡ് എന്ന് പറയുന്നതിലുള്ള ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡിൽ കറണ്ട് ഇല്ല എങ്കിൽ അന്നത്തെ പവർ വേസ്റ്റ് ആവും. അതൊരു സെക്യൂരിറ്റി ഫീച്ചറായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റം വന്നത്. ഹൈബ്രിഡ് ഈ പറയുന്നതിലുള്ള ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഗ്രിഡിൽ പവർ പോകുന്ന സമയത്ത് ബാറ്ററിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ആവും. അതുപോലെ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും പവർ ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഹൈബ്രിഡ്. പക്ഷെ ഇതിന് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇങ്ങനെ 3 സിസ്റ്റങ്ങളാണ് നിലവിലുള്ള സോളാർ സിസ്റ്റംസ്. ഇത് ജസ്റ്റ് ഒരു ഡയഗ്രാം കൊടുക്കുന്നുള്ളൂ. ഒരു മോഡൽ സോളാർ പാനൽ, അതിൽ വരുന്ന പ്രൊഡക്ഷൻ നേരെ ഓൺ ഗ്രിഡ് ഇൻവേർട്ടർ വഴി നമ്മുടെ നേരെ താഴെ പോയി നമ്മുടെ മീറ്റർ ബോക്സ് കൂടി നേരെ KSEBയുടെ ലൈനിലേക്ക് പോകും. നിങ്ങളെ സോളാർ വരുന്ന പ്രൊഡക്ഷൻ ഡയറക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന കറണ്ടൊക്കെ KSEBയുടെ ആയിരിക്കും. ഫൈനലി നിങ്ങൾ മീറ്റർ റീഡിംഗ് വരുന്ന സമയത്ത് എത്ര നിങ്ങൾ സോളാറിന് എത്ര പ്രൊഡക്ഷൻ നടത്തി, എത്ര നിങ്ങൾ ഉപയോഗിച്ചു, അതിന് ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ബില്ല് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സോളാർ കൺസപ്ഷനും അതുപോലെ നിങ്ങളുടെ സോളാർ പ്രൊഡക്ഷനും KSEB കൺസപ്ഷനും ഒരേപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ചാർജും മീറ്റർ വാങ്ങിക്കാൻ മാത്രമേ ഉള്ളൂ. മിനിമം ഒരു 200-300 രൂപയുടെ ഇടയിൽ മാത്രമേ നിങ്ങൾക്ക് ചാർജ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള എല്ലാ ചാർജുകളും നിങ്ങൾക്ക് ഒന്നുമില്ല. എനർജി ചാർജ്, പിന്നെ ഇതിൻ്റെ 10% സെസ്, പിന്നെ ഇടക്കിടയ്ക്ക് KSEB കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്യൂൽ ചാർജ്, ഇതൊന്നും സോളാർ കസ്റ്റമേഴ്സിനെ ബാധിക്കില്ല. ഇതൊരു ഹൈബ്രിഡിന്റെ ജസ്റ്റ് ഡയഗ്രാമാണ്. പാനലിൽ വരുന്ന പ്രൊഡക്ഷൻ ഇൻവെർട്ടർ വഴി നേരെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനിയിപ്പം പവർ ഇല്ലാത്ത സമയത്താണെങ്കിൽ നേരെ ബാറ്ററിയിലേക്കും, അല്ലെങ്കിൽ ഗ്രിഡുള്ള സമയത്ത് ഡയറക്റ്റ് KSEBയുടെ ഗ്രിഡിലേക്കും. ഇത് ഏകദേശം ഒരു 3 കിലോവാട്ടിന്റെ ഒരു സോളാർ പ്ലാന്റിന്റെ ഡെയിലി കിട്ടുന്ന ആവറേജ് പ്രൊഡക്ഷൻ ആണ്. 12 യൂണിറ്റ് ആണ് ഒരു ദിവസം ആവറേജ് പ്രൊഡക്ഷൻ ഉണ്ടാവുക. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ 12 മാറി 15, 16, 17, 18, ചിലപ്പോൾ 20 കിട്ടിയ ഏരിയകളുണ്ടാവും. ജോഗ്രഫിയിലായിട്ടുള്ള ഇതാണ്. പിന്നെ അത് വെച്ച് കണക്കൂട്ടുന്ന സമയത്ത് മന്ത്ലി നിങ്ങൾക്ക് ഒരു 360 യൂണിറ്റാണ് നിങ്ങൾക്ക് ദിവസത്തെ പ്രൊഡക്ഷൻ ഉണ്ടാവുക, ഒരു മാസത്തെ പ്രൊഡക്ഷൻ ഉണ്ടാവുക. ഒരു കൊല്ലം 4350. ഇത് ഒരു ആവറേജ് ഇതാണ്. ഒരാൾക്കായിരിക്കും സംശയം മഴക്കാലത്ത് അത് സംഭവിക്കുന്നുള്ളത്. ഈ കേരളത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 6 മാസം വെയിൽ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ KSEBയുടെ കണക്ക് പ്രകാരമാണ് ഈ 12 യൂണിറ്റ്. 1 കിലോവാട്ടിന് 4 യൂണിറ്റ് എന്നാണ് കണക്ക്. അത് പ്രകാരമാണ് 3 കിലോവാട്ട് ആകുമ്പോൾ 12 യൂണിറ്റ്. അത് ഈ മഴക്കാലത്ത് ഈ 12 യൂണിറ്റ് എന്നുള്ളത് ചില സമയങ്ങളിൽ പകുതിയിലേക്ക് താഴേക്ക് പോകും. പക്ഷെ നല്ല വെയിലുള്ള സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ കിട്ടും. കൂടുതൽ പ്രൊഡക്ഷൻ നടന്ന് നിങ്ങളുടെ ഉപയോഗം ഒരു 400 യൂണിറ്റ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നടന്നു. ഇനി നിങ്ങളൊരു 300 യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ 100 യൂണിറ്റ് എക്സസ് വന്നത് നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്ത മാസം നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ഓരോ മാസങ്ങളിലും വരുന്ന യൂണിറ്റുകൾ ഓരോ മാസങ്ങളിലും ക്യാരി ഫോർവേഡ് ചെയ്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇയറിൽ ഓരോ March 31 വരെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. March 31 കഴിഞ്ഞ് റീഡിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക്
എക്സസ് ഇലക്ട്രിസിറ്റി ബാക്കിയുണ്ടെങ്കിൽ KSEB നിങ്ങൾക്ക് ഒരു യൂണിറ്റിന് 3 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. പക്ഷെ അത്ര ലാഭമുള്ള പരിപാടിയൊന്നുമല്ല. നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലാഭം. നിലവിലെ ഒരു 3 കിലോവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 4000-5000 രൂപ 2 മാസം ബില്ല് വരുന്ന ഒരു ആളാണെങ്കിൽ അവർക്ക് 3 കിലോവാട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് 2000 രൂപയാണെങ്കിലും 3 കിലോവാട്ട് വെച്ച് ചെയ്യണം. 4000-5000 എന്ന് പറഞ്ഞാൽ ഏവറേജ് കണക്ക് പറഞ്ഞതാണ്. 4000-5000 പേരുടെ ഉപയോഗം നിങ്ങൾക്ക് നടത്താം. അതിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അഡീഷണൽ ചാർജ് വരും. ഇനിയിപ്പോൾ ഒരു 2000 ബില്ല് വരുന്ന ഒരാളാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാകും. 2000 ബില്ല് വരുന്ന ഒരാളാണില്ല, അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ യൂസേജ് കൂടും. അയാൾക്ക് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം, AC-കളുടെ എണ്ണം കൂട്ടാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൂട്ടുന്ന സമയത്ത് അയാൾക്ക് ലാഭമായി മാറും. ഇനി ഒരു 5 കിലോമീറ്റർ പ്ലാന്റ് ആണെങ്കിൽ 5000-10,000 രൂപയിലുള്ള കൺസപ്ഷൻ നടത്തണം. ഒരു ഇലക്ട്രിക് വെഹിക്കിളോ കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ നിർബന്ധമാണ്. അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് റേറ്റാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. സോളാറിന്റെ ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും മെറ്റീരിയൽസിന് ഇപ്പം റേറ്റ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിലവിൽ ഇനിയിപ്പം കഴിഞ്ഞൊരു കണക്ക് പ്രകാരം ഇനി ഇന്ത്യൻ മെയ്ഡ് സെല്ലുകൾ മാത്രമേ എല്ലാ വർക്കുകൾക്കും ഉപയോഗിക്കാൻ പാടുന്ന ജൂൺ 1 മുതൽ ഒരു നിയമം വന്നിട്ടുണ്ട്. അതിനുശേഷം പാനലൊക്കെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളിപ്പോൾ ഒരു 2.10 ആയിരുന്നു ഒരു 3 കിലോവാട്ടൊക്കെ ചെയ്തിരുന്നത് മാർക്കറ്റിലെ ബെസ്റ്റ് ബ്രാൻഡ് സാധനങ്ങൾ. അതൊക്കെ ഇനിയിപ്പോൾ ചുരുങ്ങി ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 20,000 രൂപയെങ്കിലും കൂടാൻ സാധ്യത. 2.30 ആവുന്നൊക്കെയാണ് മാർക്കറ്റിന് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ 5 കിലോവാട്ടൊക്കെ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയെങ്കിലും ഇനി ആവാൻ സാധ്യതയുണ്ട്. ഓൺ ഗ്രിഡ് സോളാറിന്റെ അഡ്വാൻറ്റേജസ് ആണ്. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുന്നു. നിങ്ങൾക്ക് ഡേ ടൈമിലെ പവർ നൈറ്റിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാ എക്യുപ്മെന്റ്സും ഉപയോഗിക്കാം. പിന്നെ സൂര്യനിൽ നിന്നുള്ള ഡയറക്റ്റ് ഇതാണ്. നിങ്ങൾക്ക് വേറെ പ്രകൃതിയിൽ നിന്നും നിങ്ങൾ ചൂഷണം ചെയ്യുന്നില്ല. പിന്നെ ഇതിന്റെ ഏകദേശം ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലൊക്കെ പിന്നെ വാറന്റി വരുന്നത് 30 വർഷമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരു 4 മുതൽ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് എന്തായാലും മുതലാക്കാൻ പറ്റും. പിന്നെ വരുന്ന ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് എപ്പോഴും ബോണസ് ആണ്. നാളെ ഇനി ഇലക്ട്രിസിറ്റി ബില്ല് കൂടുക കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളത് അഫക്ട് ചെയ്യുന്നില്ല. ഇതൊരു മൈക്രോ എപ്പോഴത്തെ ലേറ്റസ്റ്റ് ചെയ്താണ്. ഒരു മൈക്രോ ഇൻവെർട്ടറിന്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. First glance, string inverters may seem cheaper, but the truth is, microinverters often pay off better after just 6 years, and the savings only grow over time. Why? Because from the first light of dawn to the last glow of dusk, microinverters start earlier and run longer, turning more sunlight into savings. When shading occurs, string systems drop across the board, but microinverters isolate the issue, so the rest of the system stays at full power, ideal for rooftops with multiple angles or partial shade. Over time, these advantages can boost total energy by 20 to 30%. And if one panel fails, string systems will apply another chip to find it. But with microinverters, only the affected panel stops producing, and you'll see exactly which one via remote monitoring. That makes maintenance faster, safer, and far less expensive. Speaking of safety, microinverters run on low voltage DC, 60 volts, minimizing fire and shock risk. In the event of a house fire, they support fast remote shutdown, while string systems must wait for voltage to drop naturally, wasting valuable rescue time. Besides, with high protection and long lifespans, they work in more conditions than string systems, rain, snow, or heat. And unlike string systems, microinverters support easy upgrades, no need to match panel type or size. Choose microinverters and turn every inch of your rooftop into a lifelong power asset.
അതൊക്കെ മൈക്രോ ഇൻവെർട്ടർ ഒരു പുതിയ ടെക്നോളജി അല്ല, കുറച്ച് മുന്നേ തന്നെയാണ്. പക്ഷെ അതിൽ എൻഫേസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആയിരുന്നു, ഇതിൽ ഒരു അമേരിക്കൻ കമ്പനിയാണ്, അവരായിരുന്നു ഇതിൽ മോണോപ്പൊളി ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു 3 കിലോവാട്ട് ഒരു 2.10 സാധാരണ ഗ്രിഡ് ഇൻവെർട്ടർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 3.20 ഏകദേശം 1 ലക്ഷം രൂപയോളം വ്യത്യാസം ഉണ്ടായിരുന്നു മൈക്രോ ഇൻവെർട്ടർ. ഇപ്പം പല കമ്പനികളും ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞു. മൈക്രോ ഇൻവെർട്ടറിനെ കൊണ്ടുവരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ 3 കിലോവാട്ട് പാനൽ ഏകദേശം 5 പാനൽ 6 പാനലൊക്കെയാണ് വെക്കുക. മൈക്രോ ഇൻവെർട്ടറിൽ ഓരോ പാനലിന്റെയും പ്രൊഡക്ഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പാനൽ കംപ്ലൈന്റ് വരുമോ, അല്ലെങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലും പ്രൊഡക്ഷനിൽ ഏതെങ്കിലും പാനൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മൈക്രോ ഇൻവെർട്ടറിൽ അറിയാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ പല ആൾക്കാർക്കും 3 കിലോവാട്ട് വെച്ച് ഒരു 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഒരു തികയാത്ത പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് സാധാരണ ഇൻവെർട്ടർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ്, മൈക്രോ ഇൻവെർട്ടറിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പുതിയ പാനല് കാര്യങ്ങളൊക്കെ ഓരോ സമയങ്ങൾ കഴിയുമ്പോൾ അതിന്റെ മാർക്സും അതിന്റെ ആംബിയർ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മൈക്രോ ഇൻവെർട്ടറിൽ അത് പോസിബിൾ ആയ കാര്യമാണ്, പഴയ ഇൻവെർട്ടറിൽ അത് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് മൈക്രോ ഇൻവെർട്ടറിനെ കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ. പിന്നെ കൂടുതലായിട്ട് നമ്മൾ വരുന്ന പ്രൊഡക്ഷനെ അബ്സോർവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അതിന് കൂടുതലാണ്. കൂടുതൽ പ്രൊഡക്ഷൻ ഇതിൽ മൈക്രോ ഇൻവെർട്ടറിൽ കാണിക്കണം. ജസ്റ്റ് ഒരു അവയർനെസ് പറഞ്ഞു. ജസ്റ്റ് നമ്മൾ ചെയ്ത ഒരു പ്ലാന്റുകളുടെ ഫോട്ടോസ് കൊടുത്തതാണ്. ഓരോ ടൈപ്പ് ഷീറ്റിന്റെ മുകളിൽ ഡയറക്റ്റ് വന്ന പ്ലാന്റിന്റെ മുകളിൽ ഓടിട്ട സ്ഥലങ്ങൾ ജസ്റ്റ് ഫോട്ടോസ്. ഇതൊരു ഹൈബ്രിഡ് ഇൻവെർട്ടറിന്റെ ഇതാണ്. ഇതിലിപ്പം ലേറ്റസ്റ്റ് ഉള്ള ടെക്നോളജി ഇതാണ്, ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള സംഭവമാണ്. ഈ കാണുന്ന ഇതാണ് ലിഥിയം ബാറ്ററി. ഇതിന്റെ ഈ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ നിലവിലുള്ളത് 200 AHന്റെ 4 ബാറ്ററിക്ക് തുല്യമാണ് ഈ ഒരൊറ്റ ബോക്സ് എന്ന് പറഞ്ഞാൽ. അത് ലിഥിയം ബാറ്ററി. ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ഇതിലൊരു ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഒരു അപ്രിസിയേഷൻ ഇത് തന്നതാണ്. ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ മാരി, അദാനി, റേസോൺ, പാനസോണിക്, ആൻസിടെക്, RAC, പ്രീമിയം എനർജി, ഹാവൽസ്, ഡെയിൽ, ഫ്ലോക്സ്, എൻഫേസ്, ഗുഡ്ബി, സോഫാർ, റോബർട്ട്, വീഗാർഡ്, പിന്നെ കേസരി, മിനസിക്, LNDയുടെ ജീനസ് എന്ന് പറയുന്ന ബ്രാൻഡൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. താങ്ക് യു. സെഷൻ എല്ലാവർക്കും